ഏലിയൻ അളി എന്നുള്ള സിനിമ അനൗൺസ് ചെയ്ത് എൻ്റെ പൈസ മുടക്കിച്ച് എഴുതിച്ച് വേറെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് ചേർന്ന പുള്ളി വീണ്ടും ആ പേരില്ലാതെ പറഞ്ഞു ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലൊരു ടെക്നീഷ്യനാണ്, ഡയറക്ടറാണ്, എല്ലാമാണ്. ഞാനും പുള്ളിയും ഇനി സിനിമ ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നഷ്ടമുണ്ടായ സിനിമ നാരദനാണ്. ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല. കാരണം ഒരു 5-5.5 കോടി രൂപ, നമുക്ക് 5 കോടി രൂപ സിനിമയിൽ നഷ്ടം വന്നു. അല്ല, ആഷിഖ് കപൂറിൽ നിന്ന് ഞാൻ മാറാൻ കാരണം ഈ നീലവെളിച്ചം എന്നുള്ള സിനിമ എടുത്തപ്പം അതിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ചില വിയോജിപ്പുകൾ പുള്ളിയായിട്ടുണ്ടായി. തീർച്ചയായിട്ടും മമ്മൂക്കായും മോഹൻലാൽ ലാലേട്ടനും ഡേറ്റ് തന്നാൽ സിനിമ ചെയ്തിരിക്കും, ഒരു സംശയവും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് കിടപ്പുണ്ട് ഇങ്ങനെ താഴെ, ഇത്ര ബുദ്ധിമാനും ഭാഗ്യവാനായിട്ടുള്ള പ്രൊഡ്യൂസറാണെങ്കിൽ നീരാളിയും ഗാങ്സ്റ്ററും എടുത്ത് ഒത്തിരി നഷ്ടം വന്നില്ലെന്ന്. എനിക്ക് നീരാളിയിൽ നഷ്ടം ഉണ്ടായ വെറും 36 ലക്ഷം രൂപയാണ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഈ സുരേഷും സുമലത എന്ന് പറയുന്നത് എന്നാ താങ്കോട് കേസ് എന്ന് പറയുന്നത് നല്ല രണ്ട് കഥാപാത്രങ്ങളാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോട് അനുവാദം ചോദിച്ചിരുന്നു? ഇല്ല, അത് അദ്ദേഹം കാണിച്ച ഏറ്റവും തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാനത് എന്നെ ആദ്യം അജിത്ത് കോൺടാക്ട് ചെയ്യുന്നത് തന്നെ അന്ന് ഞാൻ എങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കത്തില്ല, കാര്യം പ്രൊഡ്യൂസറെയും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ ഉദ്ദേശിച്ചെന്നാണ്. പക്ഷെ പ്രൊഡ്യൂസറോട് ആരാണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ കേസ് കൊടുക്കൂന്നാണ് പറഞ്ഞത്. അദ്ദേഹം പുള്ളി എന്നെ ഖത്തറിൽ എന്നെ വിളിച്ചു. അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞ വാക്കിതാണ്, അജിത്തിനോട് പറഞ്ഞ വാക്കിതാണ്, ഞാൻ കേസും കൊടുക്കത്തില്ല, നിങ്ങളുടെ സിനിമ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് തരാൻ നോക്കുന്നു അതുപോലെല്ലാം പ്രൊമോട്ട് ചെയ്ത് തരും, എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആ രീതിയിൽ നീതികേട് കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നീതികേട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഏലിയൻ അളി എന്നുള്ള സിനിമ അനൗൺസ് ചെയ്ത് എൻ്റെ പൈസ മുടക്കിച്ച് എഴുതിച്ച് കഴിഞ്ഞ് ആ സിനിമ വേറെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട് ചേർന്ന പുള്ളി വീണ്ടും ആ പേരില്ലാതെ പറഞ്ഞു ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനിതൊക്കെ വളരെ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇതുകൊണ്ടൊന്നും ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളുമല്ല. പക്ഷേ കറങ്ങി തിരിച്ച് അവിടെ തന്നെ വരാൻ സാധ്യതയുണ്ട് ഏലിയൻ. സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് ഈ ആന്റണി കുഞ്ഞപ്പൻ എടുത്ത സമയത്തുള്ള പ്രായമല്ല ഇപ്പം എൻ്റെ പ്രായം. ഒരു 5-6 വയസ്സ് കൂടി. ഞാൻ പ്രായമാകും തോറും നമുക്കും ചില ടെൻഷനൊക്കെ കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എടുക്കാൻ സാധ്യതയില്ല അല്ലേ? അല്ല, അപ്പോൾ അത്തരത്തിൽ അക്കാര്യം ഇദ്ദേഹത്തോട് രതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞു? അങ്ങനെയുണ്ട്. ഞങ്ങൾ പല നമ്മുടെ ഗോവ ഫിലിം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാര്യം പറഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമുള്ള ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അല്ല, ഒന്ന് ചുരുങ്ങിയ പക്ഷം ആ സിനിമ നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയാത്തത് വലിയ സന്തോഷമായിട്ട് തോന്നിയില്ലേ? എൻ്റെ അടുത്ത് വന്നാലും ഞാനത് ചെയ്യത്തില്ല. ഈ അപകടം അറിയാവുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ്? ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വളരെ അദ്ദേഹം ഒന്നാമത് ഒരു ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നല്ല ഹിന്ദിയിലൊക്കെ ചെയ്ത്, ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നീരാളിയുടെ സിനിമയുടെ ഡിസ്കഷൻ മുംബൈ നടക്കുമ്പോഴാണ്. മുംബൈയിലാണല്ലോ ഷൂട്ട്. അതിൻ്റെ ക്യാമറ സാനുവും ആർട്ട് രതീഷും സാനു കൊണ്ടുവന്നതാണ് ഈ രതീഷ് പൊതുവാളിന്. അദ്ദേഹത്തിൻ്റെ കഴിവുകളുണ്ട്, ഒരു സംശയവുമില്ലാത്തതാണ്. അദ്ദേഹത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ നമുക്കറിയാമല്ലോ ഒരു സിനിമയിൽ എന്തുമാത്രം പൈസ മുടക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന്. 4 കോടി എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ തുടങ്ങിയത്. ശരിപക്ഷെ 4 ആണെങ്കിൽ നേരത്തെ പറഞ്ഞനുസരിച്ച് ഒരു 8 കോടി രൂപ വരെയൊക്കെ ആകാം അയാളുടെ കാര്യത്തിൽ. ഇത് 20 കോടി എന്ന് പറയുന്നത് അതിക്രമം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇതിനകത്ത് ഈ ലാസ്റ്റ് ഉള്ള ഷെഡ്യൂൾസ് എല്ലാം നീണ്ടു പോകുമായിരുന്നു. 120 ദിവസം എന്നാണ് കേട്ടത്, 120 ദിവസം. അന്നേരം ഈ ലാസ്റ്റ് ഷെഡ്യൂളിന് മുമ്പ് ഞാനൊരു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇതേപ്പറ്റി വളരെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അന്നാണ് ഈ ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, എൻ്റെ സിനിമയുടെ ക്യാരക്ടറിനെ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനത്തെ ഷെഡ്യൂൾ പുള്ളി കറക്റ്റ് പറഞ്ഞതിനേക്കാളും 4-5 ദിവസം മുമ്പ് തീർത്തു. അപ്പം അത്തരം പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട് ഈ സിനിമയ്ക്കുള്ളിൽ എന്നുള്ളതാണ്. ഇതൊരു ഞാൻ പറഞ്ഞ ഇതെല്ലാം കലാകാരന്മാരല്ലേ. ഈ കലാകാരന്മാർക്ക് പല രീതിയിലുള്ള വീക്ക്നെസ് പല രീതിയിൽ കാണും. അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാന്നേ ഉള്ളൂ. വേറെ ദ്രോഹം ചെയ്ത വേറെ നടനോ സാങ്കേതിക പ്രവർത്തനോ താങ്കൾ? എന്നോട് രതീഷ് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആ പുള്ളി ആ സിനിമ എടുത്തപ്പോൾ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. അതൊരു ദ്രോഹമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു മര്യാദ. ഈ ഏലിയൻ അളി എന്നുള്ള സിനിമ പുള്ളി വേറെ പേരില്ല ഇങ്ങനെ ഇതിൻ്റെ അന്യഗ്രഹത്തിൽ പോകുന്ന കഥ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു, ചേട്ടാ ഞാൻ ആ പടം എടുക്കാൻ പോവാണ്, ഞാൻ ചേട്ടനിൽ കംഫോർട്ടല്ല, അതുകൊണ്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ എടുത്തോളം പറഞ്ഞു. നേരം അദ്ദേഹം എന്നോട് ദ്രോഹമൊന്നും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും മറ്റേ ഫേസ്ബുക്കിലുള്ള ആൾ പറഞ്ഞത് താങ്കൾ ഒരു ഭാഗ്യവാനായ നിർമ്മാതാവാണ്. ആ സിനിമ പരാജയപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. ഞാൻ ആ പടം വിജയിക്കുമെന്ന് തന്നെ വിജയിച്ചാണ്. പക്ഷേ 20 കോടി ഉണ്ടാക്കാൻ ഒക്കുന്ന ഞാനൊരു ശതമാനം പോലും വിശ്വസിച്ചിട്ടില്ല. ആ സിനിമ ഒരു 6 കോടി രൂപയ്ക്ക് തീർന്ന് ഒരു 9 കോടി രൂപ 10 കോടി രൂപ വരെ ഉണ്ടാക്കാൻ ഒക്കുമായിരുന്ന സിനിമയാണ്. ഇച്ചിരി കൂടെയൊക്കെ മര്യാദയ്ക്ക് ആ സിനിമ എടുത്തിരുന്നത്. ഈ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ ബൈബിളിൽ ക്രിസ്ത്യാനിയായതുകൊണ്ട് പറഞ്ഞാണ്, ഈ മറ്റേ ഈ ഗോപുരം പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ ചെയ്തേ അവസാനം ദൈവത്തിന് തോന്നി അതങ്ങ് വരെ എത്തുമെന്ന് തോന്നിയപ്പോഴാണ് മനുഷ്യൻ്റെ ഭാഷ പല
ഭാഷയാക്കിയെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ നമുക്ക് രണ്ട് പടങ്ങളൊക്കെ വലിയ വിജയങ്ങൾ തരുമ്പോൾ ചിലപ്പം ചിലർക്ക് തോന്നും ഞാൻ എല്ലാത്തിലും അതീതനാണെന്ന് തോന്നാം. അതല്ലാതെ എൻ്റെ കൂടെ അല്ലാത്ത രണ്ട് പടവും ഭയങ്കര പരാജയമായിരുന്നു. നിവിനുമായിട്ടുള്ള പടം OTT-യിൽ അന്ന് കോവിഡ് കാരണം വന്നുകൊണ്ട് മാത്രം നിവിന് കാശ് നഷ്ടപ്പെട്ടു. അതെ, ആ സിനിമ കണ്ട 90% ആൾക്കാരും പറഞ്ഞത് സിനിമ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം നല്ലൊരു ടെക്നീഷ്യനാണ്, ഡയറക്ടറാണ്, എല്ലാമാണ്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പിണക്കവും ഇല്ല. ഞാനും പുള്ളിയും ഇനി സിനിമ ചെയ്യത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അല്ല, അതിലെല്ലാം ഉണ്ട്. സിനിമ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട്. അല്ല, ഞാൻ പറയാം, എനിക്ക് പ്രായം കൂടി, എനിക്ക് എടുക്കാനൊക്കെ ഞാൻ ടെൻഷൻസ് എന്തിനാവശ്യമില്ലാതെ വഴിയെ പോയിന്നെടുത്ത് അവിടെ വെക്കല്ലെന്ന് നമ്മുടെയൊക്കെ വല്യപ്പന്മാരും ഒക്കെ പറയായിരുന്നു. ഞാനിതിനെ ടെൻഷൻ എടുക്കാൻ പോകുന്നു. ചേട്ടൻ ഈ സിനിമ കരിയർ തുടങ്ങുന്നത് OPM എന്ന് പറയുന്ന ഡ്രീമിൽസ് OPM എന്ന് പറയുന്ന ഒരു സിനിമ ഇതിലാണ്. അതിനകത്താണ് ആഷിക് അബുവായിട്ടാണ്. അതായത് തോന്നുന്നു ഡാദടിയ മുതൽ അല്ലേ? ഡാദടിയ ഞങ്ങൾ കോ പ്രൊഡ്യൂസറാണ്. ആൻഡോ ജോസഫ് ആണ് ശരിക്കുള്ള പ്രൊഡ്യൂസർ. നമ്മൾ കോ പ്രൊഡ്യൂസറായിരുന്നു. പിന്നീട് ഗാങ്സ്റ്റർ, മായനദി, നാരദൻ, നാരദൻ ലാസ്റ്റ് പടം. പക്ഷേ ആ OPM-ൽ നിന്ന് ആഷിക് കപൂറിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറാൻ കാരണമായത്? അല്ല, ആഷിക് കപൂറിൽ നിന്ന് ഞാൻ മാറാൻ കാരണം അതൊന്നുമല്ല. ഈ ആഷിഖിന് വേറൊരു കമ്പനി ഉണ്ട്, OPM സിനിമാസ് എന്നുള്ള പ്രൊപ്പറേറ്ററി കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി പുള്ളി സിനിമ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ നീലവെളിച്ചം എന്നുള്ള സിനിമ ലാസ്റ്റ് ഇറങ്ങിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സിനിമ എടുത്തപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ചില വിയോജിപ്പുകൾ പുള്ളിയായിട്ടുണ്ടായി. കാരണം ആ സിനിമ ഞാൻ പുള്ളി പറഞ്ഞിട്ട് സംസാരിച്ചാണ് സരിഗമയായിട്ട് പറഞ്ഞ് നമ്മൾ എല്ലാ ധാരണയിലും എത്തി. ഞാൻ പറഞ്ഞ ടേംസിലൊക്കെ അവരെത്തി. പക്ഷേ അവസാനം അത് പുള്ളി സരിഗമയ്ക്ക് പകരം വേറെ ആൾക്കാരെ പുള്ളിയുടെ ഫ്രണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. അന്നേരം അത് എന്നെ സംബന്ധിച്ച് അത് ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായ, ഞാനിപ്പോൾ ഒരാളോടൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം ആ മാസം കൊടുത്തില്ല, ഒരു കൊല്ലം കഴിഞ്ഞാലല്ലേ ആക്കിയ ജോലി കൊടുക്കും, എവിടെയെങ്കിലും നോക്കി നിൽക്കും. ഇപ്പം അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന പലരെയും ഇപ്പം ഈ സിനിമയിൽ ഒത്തിരി പുതിയ ആൾക്കാരെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇപ്പം പെണ്ണും പൊറോട്ടല്ല, ഇതും ഷെയ്ൻ്റെ പടത്തിൽ ഒത്തിരി നമ്മൾ പുതിയതായിട്ട് ആൾക്കാരെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. കാര്യം അവരോടൊക്കെ 2 കൊല്ലം 3 കൊല്ലം മുമ്പ് അവരിങ്ങനെ അഭിനയിക്കണമെന്ന് താല്പര്യം പറഞ്ഞപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന ഇതുണ്ട്. ഞാൻ അന്നേരം സൂരജ് എന്ന് പറയുന്ന സരിഗമയിലെ ആളെ വിളിച്ചു പറഞ്ഞു, അത് ആഷിഖിന് വേറെ പ്രൊഡ്യൂസർ വന്നുകൊണ്ട് അവർ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞാനും പറഞ്ഞു, ആഷിഖിനെ പറഞ്ഞു ഞാനും ആ സിനിമയിൽ നിന്ന് മാറുവാണ്. കാരണം ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് ഇതിനു മുമ്പൊന്നും ഉണ്ടായതാണ്. മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ സമയത്ത് ഇതിൻ്റെ സാറ്റലൈറ്റ് ഞാൻ ഏഷ്യാനെറ്റിലെ ദിലീപ് സാറിന് കൊടുക്കാമെന്ന് ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് ഷോയോട് വെച്ച് പറഞ്ഞതാണ്. ഞാനത് ആഷിഖിനോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ അത് ആഷിഖ് അത് അന്ന് മനോരമയ്ക്ക് കൊടുത്തു. മനോരമയ്ക്ക് കൊടുത്തതിലല്ല, നമ്മൾ പറഞ്ഞിട്ട് മാറി. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ആഷിഖിൻ്റെ സിനിമകൾ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഞാനാണ് പോയി അത് പാച്ചപ്പ് ചെയ്ത് കൊടുത്തത്. അന്നേരം പറയുന്ന വാക്ക് നമ്മൾ മാറിയപ്പം അത് ആഷിഖ് മാറ്റിയതല്ല കേട്ടോ. ഇപ്പം ആഷിഖ് നല്ലതിന് വേണ്ടി ആയിരിക്കും ചെയ്തത്. പക്ഷേ എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനും ആഷിഖിനോട് നമുക്ക് ആ കമ്പനി അങ്ങ് നിർത്തിയേക്കാം. എന്തായാലും ആഷിഖിന് സ്വന്തമായിട്ട് OPM സിനിമാസ് ഒരു കമ്പനി ഉണ്ട്, അതിലവർക്ക് സിനിമ എടുക്കാം. അങ്ങനെ അവർ വേറെ സിനിമ എടുത്തോളം പറയും. അത് കഴിഞ്ഞ് അവർ റൈഫിൾ ക്ലബ്ബ് അതിലെടുത്തു. അതിന് മുമ്പും പടം എടുത്തല്ലോ. സിനിമ അണിയറയ്ക്കുള്ളിൽ കേട്ടൊരു കഥയെന്ന് വെച്ചാൽ ആഷിഖ് ആയിരുന്നില്ല, റിമ കല്ലിങ്കലായിരുന്നു അങ്ങനെ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തെന്ന് പറയുന്നുണ്ട്. അതിൽ പിന്നെ ഉത്തരം പറയേണ്ടതും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്നോട് ഇന്ന് വരെ റിമ ഒരു കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞാൻ ആഷിഖോട്ട് യാതൊരു വിയോജിപ്പുമില്ല. ഞാൻ ആഷിഖ് എന്നുള്ള ഡയറക്ടറെ, ഒരു ടെക്നീഷ്യനെ ഇപ്പോഴും വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് പുള്ളിയാണ്. ആ സ്നേഹവും കടപ്പാടും എപ്പോഴും പുള്ളിയായിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇപ്പം ഞാൻ സിനിമ ഞങ്ങൾ കമ്പനി രണ്ടും മാറി. ഞാനിപ്പോൾ STK പ്രൊഡ്യൂസർ എൻ്റെ സ്വന്തം കമ്പനിയിലാണ് സിനിമ എടുക്കുന്നത്. അത് പിന്നെ വേറെ പുള്ളിയുടെ സിനിമ OPM സിനിമാസ് പുള്ളിയുടെ സ്വന്തം കമ്പനിയാണ്, പ്രൊപ്പറേറ്ററി കമ്പനിയാണ്. ആഷിഖിന് ആ സിനിമയിലേക്ക് എടുക്കാം. നാളെ നിങ്ങൾ തമ്മിൽ ചേരൂ സാധ്യത ഉണ്ടോ? ആഷിഖുമായിട്ട് ചേരാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല, ഇനിയും പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. അത് ബിസിനസ്സാണ്. അത് അദ്ദേഹം നമുക്ക് തരാനുള്ളതാണോ, നമ്മൾ അങ്ങനത്തെ എനിക്ക് തരാനുള്ളതാണ്. പക്ഷെ അത് ബിസിനസ്സാണ്, മനസ്സിലായില്ല.
ഒരു ഒരു വലിയ തുകയാണോ? ആ, ഒരുമാതിരി വലിയ തുകയാണ്. അതൊരു ചർച്ചയുടെ കാര്യം. അദ്ദേഹം ആ ബിസിനസ്സിലുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ട് തരാൻ താമസിച്ചതോ തരാതിരുന്നതോ ആയിരിക്കാം. അല്ല, നാളെ അപ്പോൾ പിന്നെ സാധ്യത ഇല്ലാതാകുന്നില്ല നാളെ ചേരാൻ. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാം. ബിസിനസ്സിൽ ഒരിക്കലും ഒരു ശത്രുവില്ല. ഇന്നത്തെ ശത്രു നാളെ മിത്രമാകാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ മിത്രം നാളെ ശത്രു. അതുകൊണ്ട് ബിസിനസ്സിൽ യാതൊരു രീതിയിലുള്ള ശത്രുക്കളും. ഇപ്പം ഡോണറ്റ് ഫാക്ടറിയിലെ ബിസിനസ് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഞാൻ അതിൽ നിന്ന് മാറി. ഞാൻ ആഫ്രിക്കയിൽ പോയി ഡോണറ്റ് ഫാക്ടറി തുടങ്ങി. അവരുമായിട്ടെല്ലാം ഞാൻ നല്ല സൗഹൃദ ബന്ധത്തില്ല. ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോകാറുണ്ട്, എല്ലാം ഉണ്ട്. ബിസിനസ് വേറെ, സ്നേഹം ബന്ധം വേറെ. ബിസിനസ്സിൽ ശത്രുക്കളില്ല. എൻ്റെ പോളിസി അതാണ്, ബിസിനസ് ശത്രുക്കളില്ല. നാളെ നല്ലൊരു കച്ചവടം വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വയ്യുന്നില്ല. അങ്ങനെ തന്നെ സംഭവിക്കേണ്ടത്. നല്ലത് മാത്രമല്ലേ നമ്മൾ എപ്പോഴും സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ സംഭവിക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ OTT ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ബിസിനസ്സുകളൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഒരിക്കലും സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നില്ല. അത് സിനിമയെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ? OTT ഇപ്പം നേരത്തെ നടക്കാത്തത് കൊണ്ട് പലർക്കും ധൈര്യത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട്, സിനിമ ചെയ്യാനായിട്ട് പേടിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, ഇതിനൊക്കെ OTTയും സാറ്റലൈറ്റൊക്കെ വരുന്നതിന് മുമ്പ് സിനിമ മലയാളത്തിലുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന സമയമാണ്. വളരെ കുറച്ച് തിയേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിൽ എന്ത് തിയേറ്റർ ഉണ്ട്? അന്ന് കോട്ടയത്ത് തന്നെ നമുക്കറിയാവുന്ന കോട്ടയം പട്ടണത്തിലെ 4 തിയേറ്ററേ ഉണ്ട്, 5 തിയേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റുമാനൂർ തിയേറ്റർ ഉണ്ട്, ഇവിടെയൊക്കെ തിയേറ്റേഴ്സ് ഉണ്ട്, മാളുകളിലെല്ലാം തിയേറ്റേഴ്സ് ഉണ്ട്. അന്നേരം തിയേറ്ററിൻ്റെ നമ്പർ കൂടി. OTTയും സാറ്റലൈറ്റും ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ബിസിനസ്സിൽ അതൊന്നും പ്രതീക്ഷിക്കാതെ സിനിമ എടുത്ത്, അന്നത്തെ വലിയ സിനിമകൾ എടുത്ത് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ജൂബിലി ജോയ് തോമസ് ജോയ് ചേട്ടൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സെഞ്ചുറി അതിൻ്റെ എക്സാമ്പിളാണ്. നമ്മുടെ തൊമ്മിച്ചേട്ടൻ, നമ്മുടെ മാരുതി ഫിലിംസ്, പ്രൊഡക്ഷൻ, ആരോമ, എന്തുമാത്രം എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഇതുള്ളത് കൊണ്ടല്ലേ ഇത് പ്രതീക്ഷ. ഇപ്പം നമ്മുടെ സിനിമ പെണ്ണും പൊറോട്ട്, ഞാൻ ഒരു OTTയും ഒരു സാറ്റലൈറ്റും പ്രതീക്ഷയല്ല സിനിമ എടുത്തേക്കുന്നത്. ആ സിനിമ നല്ലതാണെങ്കിൽ അവരെടുക്കാൻ വരും, അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നോളൂ. ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് OTT കിട്ടിയ പടം ഏതായിരുന്നു? എൻ്റെ സിനിമയിലെ ഇപ്പം എമൗണ്ട് പറയണ്ട, ഏത് സിനിമയ്ക്കായിരുന്നു? എൻ്റെ എമൗണ്ട് പറയാൻ എന്താ കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്നാൽ തനക്കേസ് കൂടെ ആണ് എനിക്ക് 7.5 കോടി രൂപയ്ക്കാണ് കിട്ടിയത്. അതൊരു 9 വരെ മേടിക്കായിരുന്നു. വേണമെങ്കിൽ സിനിമ ഇറങ്ങുന്നോടം വരെ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ 9-10 കോടി രൂപ മേടിക്കായിരുന്നു ആ സമയത്ത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പിന്നെ മഹേഷിന്റെ പ്രതികാരം എന്ന് ഇറങ്ങിയപ്പോൾ OTT ഇല്ലായിരുന്നു. നാരദൻ ഒരു പരാജയമായിരുന്നില്ലേ? നാരദൻ പരാജയമായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അത് റിലീസ് ചെയ്ത ഡേറ്റ് അമൽ നീരജിൻ്റെ ഭീഷ്മ സിനിമയുടെ കൂടെ അതേ ദിവസമാണ്. ഞാനത് ചെയ്യില്ല എന്ന് പല പ്രാവശ്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് എല്ലാം പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും മത്സരിക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോടൊപ്പം മത്സരിക്കുന്ന ആൾ നമ്മളെക്കാൾ ഒത്തിരി മേളിലാണെങ്കിൽ നമ്മൾ ആ മത്സരം ഒന്ന് താന്നു കൊടുക്കണം. അവിടെ നമ്മുടെ ഈഗോ ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമ്മുടെ ഒപ്പത്തിനൊപ്പമാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ ആഷിക്കും അമലുമായിട്ടുള്ള ബന്ധമല്ല ഇതല്ല പറഞ്ഞത്. രണ്ടുപേരും ഹിറ്റ് സിനിമകൾ എടുത്തിട്ടുള്ളതാണ്. മമ്മൂക്കായും ടൊവിനോയും തമ്മിൽ അത്രയും ഇതുണ്ട്. അന്നേരം ടൊവിനോയുടെയും താല്പര്യം ആ പടം. പിന്നെ ആ പടത്തിന് അന്ന് OTT നെറ്റ്ഫ്ലിക്സ് ഭയങ്കര വില പറഞ്ഞാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ആഷിക്കുമൊക്കെ നേരത്തെ ആമസോണുമായിട്ടൊരു ലോങ് ടൈം 5 പടത്തിൻ്റെ കോൺട്രാക്ട് എഴുതി വെച്ചു. അതിൻ്റെ പകുതി പൈസ കിട്ടിയുള്ളൂ ആമസോണിൽ നിന്ന്. ഇതേപോലെ തന്നെ അതിൻ്റെ സാറ്റലൈറ്റ് എടുക്കാൻ നേരത്തെ റെഡിയായിരുന്നു. ആ സിനിമ തീരാൻ ഒത്തിരി താമസിച്ചു പോയി. നേരത്തെ തന്നെ പത്രക്കാർക്കെതിരാണെന്നും TV ചാനലിനെതിരാണെന്നും ഒക്കെയുള്ള വാർത്ത വന്നു. അതുകൊണ്ട് സാറ്റലൈറ്റുകാരും എടുത്തില്ല. അതുകൊണ്ട് അത് നഷ്ടം വന്നു. അത് നഷ്ടം വന്നത് നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട്, ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും പ്രൊഡ്യൂസറുടെ കുഴപ്പം കൊണ്ട്. അപ്പം ഏറ്റവും നഷ്ടമുണ്ടായ സിനിമ നാരദനാണ്. ഞാൻ അതിൽ ദുഃഖിക്കുന്നില്ല. കാരണം അത് നമുക്ക് ആ സമയത്ത് അത് സാറ്റലൈറ്റ് തീർത്ത് കൊടുക്കാൻ ഒത്തില്ല, സാറ്റലൈറ്റുകാർ എടുത്തില്ല. അതുകൊണ്ട് നഷ്ടം വന്നു. എനിക്ക് വന്ന ഒരു 5-5.5 കോടി രൂപ, നമുക്ക് 5 കോടി രൂപ സിനിമയിൽ നഷ്ടം വന്നു. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, എല്ലാ ബിസിനസ്സിലും ലാഭവും നഷ്ടവും. ആരും ബിസിനസ് ചെയ്ത് നഷ്ടം ഉണ്ടാക്കാനല്ല. എത്ര തട്ടുകടക്കാർ തട്ടുകട നടത്തി പൂട്ടിപ്പോകുന്നുണ്ട്, എത്ര മുറുക്കാൻകടക്കാർ പൂട്ടിപ്പോകുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ എത്ര അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഒന്നും കൊണ്ട് കിടക്കാൻ പോയത് വിറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് എല്ലാ ഫീൽഡിലും വലിയ വലിയ ബിസിനസ്സുകാർ എന്തുമാത്രം പൊട്ടിപ്പം. കോട്ടയം പട്ടണത്തിൽ എന്തുമാത്രം സ്വർണ്ണക്കടകൾ ഉണ്ടായിരുന്നറിയാം. കല്ലുപാലം ജ്വല്ലറി, അങ്ങനെ പല വലിയ സ്വർണ്ണക്കട. എൻ്റെ പ്രക്കാട്ട് ജ്വല്ലറി, അങ്ങനെ വലിയ വലിയ ജ്വല്ലറി ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പം സ്വർണ്ണക്കടയായിട്ടില്ല. എല്ലാം പിന്നെ വന്ന ആൾക്കാരാണ്. അവരും ചെയ്ത ഒരേ സ്വർണ്ണക്കട ബിസിനസ്സല്ല.
പമ്പുകൾ വരെ പൂട്ടി, പെട്രോൾ പമ്പിൽ കടവില്ലെന്ന് പറയുന്നുണ്ട്, അവിടെ വരെ പൂട്ടിപ്പോയിട്ടുണ്ട്. അന്നേരം ബാറുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. എത്ര ബാർ പൂട്ടിപ്പോയിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞത് എല്ലാ ബിസിനസ്സിനും ഉള്ളതാണ് ലാഭവും നഷ്ടവും. സിനിമയിൽ ഇതൊരു ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇതായതുകൊണ്ടും മാധ്യമങ്ങളിൽ ഭയങ്കര ശ്രദ്ധ വരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ നഷ്ടം കൂടുതൽ അറിയുന്നത്, പെരുപ്പിച്ച് കാണിക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ ഒരു ഇതാണ്, ഒരു 20% ആൾക്കാരെ സക്സസ് ഉള്ളൂ, അല്ലെങ്കിൽ 10% ആൾക്കാരെ സക്സസ് ഉള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ മുടക്കുന്ന ആൾക്കാരിൽ പൈസ പോകുന്നവരല്ലേ കൂടുതൽ, ലോട്ടറി എടുക്കുന്നവർക്ക് പൈസ പോകുന്നതല്ലേ കൂടുതൽ. അന്നേരം ഈ പൈസ പോകുന്ന ആൾക്കാരല്ലാതെ പൈസ ഉണ്ടാക്കുന്ന ആ 10% അല്ലെങ്കിൽ 20% വരിക എന്നുള്ളതാണ് ഒരു ബുദ്ധിമാനായിട്ടുള്ള ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ വെല്ലുവിളി. അതാണ് വെല്ലുവിളി. മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരേ പടങ്ങളാണ് ചെയ്തത്. നീരാളി മോഹൻലാലിനെ വെച്ച് ചെയ്തു, മമ്മൂട്ടി വെച്ച് ഗാങ്സ്റ്റർ അല്ലേ. ഇനി അവർ വെച്ചിട്ട് പടം ചെയ്യാൻ, കാരണം ഇപ്പം ഈ പറഞ്ഞതാണ് കൺസാണെങ്കിൽ ഈ വലിയ പ്രതിഫലമൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മമ്മൂക്കായും മോഹൻലാലേട്ടനും ഡേറ്റ് തന്നാൽ സിനിമ ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. ഡേറ്റ് തരാത്തതിൻ്റെ കുഴപ്പമാണ്. ഇപ്പം നീരാളി എന്നുള്ള സിനിമ എൻ്റെ സിനിമയല്ലായിരുന്നു. കുമാർ സാർ എടുക്കാൻ പോയിട്ട് പുള്ളിയുടെ കാശില്ലാഞ്ഞുകൊണ്ട് അവസാനം ഞാൻ എടുത്ത സിനിമയാണ്. ഇപ്പം ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കിടപ്പുണ്ട് ഇങ്ങനെ താഴെ, ഇത്ര ബുദ്ധിമാനും ഭാഗ്യവാനായിട്ടുള്ള പ്രൊഡ്യൂസറാണെങ്കിൽ നീരാളിയും ഗാങ്സ്റ്ററും എടുത്ത് ഒത്തിരി നഷ്ടം വന്നില്ലെന്ന്. എനിക്ക് നീരാളിയിൽ നഷ്ടം ഉണ്ടായ വെറും 36 ലക്ഷം രൂപയാണ്. ഈ 36 അല്ലെങ്കിൽ 39 ലക്ഷം രൂപയാണ് ഗാങ്സ്റ്ററിൽ ഉണ്ടായ നഷ്ടം. നീരാളിയിൽ നഷ്ടമുണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ഈ പല ലാംഗ്വേജ് ഡബ്ബിംഗ് റൈറ്റ് വിറ്റ ആള് ഒരു ഗതികേടുകാരനായിരുന്നു, തമിഴൻ. പുള്ളി എനിക്ക് പൈസ തന്നില്ല, എനിക്ക് മേടിക്കായിരുന്നു, അത് വേറെ പലർക്ക് കൊടുക്കായിരുന്നു. പക്ഷെ അയാളുടെ ബുദ്ധിമുട്ട് എന്നോട് എവർഷൈൻ മണിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു, അയാൾ ആത്മഹത്യയുടെ പക്കത്താണ്. അതുകൊണ്ട് ഞാൻ അയാളുടെ ഒരു പൈസ മേടിക്കാതെ കൊടുത്തുകൊണ്ടാണ് നീരാളി സിനിമ എനിക്ക് നഷ്ടമുണ്ടായത്. നാരദൻ സിനിമയിലുണ്ടായ നഷ്ടം 39 ലക്ഷം രൂപയുള്ളൂ, അല്ലാതെ 4-5 കോടി രൂപയൊന്നുമില്ല. ഇനിയും ഒരു സിനിമ എടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായാൽ തീർച്ചയായും, അന്ന് ഞാൻ വളരെ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ വളരെ ഗാങ്സ്റ്റർ സമയത്ത് ശിശുവായിരുന്നു. ഇപ്പം ഞാൻ വലുതായെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും എനിക്ക് ഇച്ചിരിയും കൂടെയൊക്കെ ഇതേപ്പറ്റി പഠിച്ച ഇതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സിനിമ എടുക്കും, അവരെ വെച്ച് സിനിമ എടുക്കും. അവരെനിക്ക് ഒരു ഡേറ്റ് തന്ന്, അവർക്ക് പറ്റുന്നൊരു കഥ വന്നാൽ അവരുടെ അടുത്ത് ചെന്ന് പറയും, തീർച്ചയായിട്ടും സിനിമ. ഇപ്പം പുതിയ പടം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെയ്ൻ നിഗത്തിന്റെ, ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ഇല്ല, പുതിയ ഇനി അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്ന പടങ്ങൾ ഏതെങ്കിലും ഇല്ല. ഇപ്പം ഒരു പടം റിലീസ് ചെയ്യാൻ നിപ്പുണ്ട്. ഇതൊരു വലിയ പടമാണ്, ഒരു പെണ്ണും പൊറാട്ടും അല്ല, അപ്പൊ അത് റിലീസ് ചെയ്യാൻ നിപ്പുണ്ട്. ഇത് ഒരു വലിയ സിനിമ എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. കാര്യം അതുപോലെയാണ് അതിനകത്തെ ടെക്നിക്കൽ വർക്കുകളും. ഇപ്പൊ നമ്മൾ പണ്ട് ലൂസിഫറൊക്കെ ഇറങ്ങുമ്പോൾ വലിയ സിനിമ എന്ന് പറയുന്ന പോലെ ജനക്കൂട്ടവും അങ്ങനെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് അങ്ങനെ പുറത്ത് നമ്മളങ്ങനെ കേൾക്കുന്നില്ല ഒന്നും. അല്ല, അതിന്റെ നമ്മളൊന്നും അനൗൺസ്മെന്റ് കൊടുത്തിട്ടില്ല. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മാത്രമേ അനൗൺസ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. അതിന് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിനകത്ത് മ്യൂസിക് ചെയ്യുന്ന ആള് എനിക്ക് വന്ന് ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ മേടിച്ച് മ്യൂസിക് ചെയ്യുന്ന ആളാണ്. ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുവാണ്. അതൊന്നും നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതൊക്കെ ഞാൻ പുറകെ പറയാം. പാട്ടുകൾ 2 വന്നു, 2 പാട്ട് അതിഗംഭീര പാട്ടുകളാണ് വന്നേക്കുന്നത്. വലിയ അനൗൺസ്മെന്റ് ഉണ്ടാവും. അത് വലിയ സിനിമയല്ലേ, തീർച്ചയായിട്ടും വലിയ അനൗൺസ്മെന്റ് തന്നെ ചെയ്യണല്ലോ. അല്ല, ഒരുപാട് പ്രശ്നക്കാരനാണെന്നാണ് ഷെയ്ൻ നിഗത്തെ കുറിച്ച് പൊതുവെ എല്ലാ ഇൻഡസ്ട്രിയിലും. അത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇപ്പം വരെ ഉണ്ടായിട്ടില്ല. ചിലപ്പം സെറ്റിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ട് വരും. അത് ചിലപ്പോൾ എനിക്ക് തോന്നാൻ കാരണം ലാലേട്ടനെ പോലെയുള്ളവർ അഭിനയിക്കുമ്പോൾ 15 മിനിറ്റ് നേരത്തെ വരുന്നത് കൊണ്ടായിരിക്കും ചിലപ്പം തോന്നിയതാണ്. നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആണ്, യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇപ്പം വരെ. ഇപ്പം എത്ര 60-70 ദിവസമായി, ഒരു ബുദ്ധിമുട്ടുണ്ട്. പുറത്ത് കേൾക്കുന്നൊന്നും അല്ല സത്യം. പുറത്ത് കേട്ടത് വെച്ചോണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഷെയ്ൻ നിഗത്തെ വെച്ച് സിനിമയ്ക്ക് പോകത്തില്ല. കാരണം പുറത്തെ ആൾക്കാർക്ക് എന്ത് വേണേലും പറയാമല്ലോ. ഞാൻ നോക്കിയിട്ട് വളരെ മര്യാദക്കാരനായിട്ടുള്ള ഒരു ഈ ഫ്ലാറ്റിൽ തന്നെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ എൻ്റെ വീടിന് നേരെ എതിർവശത്താണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴെ വെച്ചൊക്കെ കാണും. ഞാൻ വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും വളരെ ഹാപ്പിയാണ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും വളരെ ഹാപ്പിയാണ്, നമ്മോട് വളരെ കോപ്പറേറ്റീവാണ്. ഇന്ന് വരെ 70 ദിവസത്തിനിടയ്ക്ക് പറഞ്ഞ സമയം എല്ലാം പുള്ളി കറക്റ്റായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് വൈകുന്നതല്ലാതെ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനുമായിട്ട് ഉദയ പ്രൊഡക്ഷനുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളൊരു പടം ചെയ്യും. കാരണം 1-2 പടം ഡിസ്കഷനിൽ തുടങ്ങാൻ പോവാണ്. പിന്നെ ഞാൻ സംസാരിച്ചു, ഒരു പടം അങ്ങനെ മനസ്സിലിങ്ങനെ ആയി വരുന്നുണ്ട്. അത് നടന്നാൽ ചിലപ്പോൾ ഈ കൊല്ലം അവസാനമൊക്കെ കാണത്തില്ല. ഈ പടം ഇറങ്ങണമെങ്കിൽ ഓണം കഴിഞ്ഞൊക്കെ ആകുമല്ലോ. 1-2 കഥകൾ 2 പേര് പറഞ്ഞു. അത് ഞാൻ ചാക്കോച്ചനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹാപ്പി ആണെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് പോകും. വ്യവസായത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു തരത്തിൽ സഹായിക്കുന്നില്ലെന്നാണ്. വിനോദ നികുതി കൂട്ടലാണ്, അതുപോലെ GST അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ സിനിമാ മന്ത്രി താങ്കളുടെ അടുത്ത സുഹൃത്തു കൂടിയാണെന്നാണ് എൻ്റെ അറിവ്. അതല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരാളാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹമായിട്ടൊരു ചർച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ നിർമ്മാതാക്കൾ പ്രതിസന്ധി ഉണ്ട്
അതൊന്ന് പരിഹരിക്കാൻ ചെയ്യാനൊരു മുൻകൈ എടുത്തൂടെ? സജിച്ചാൻ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു ആളാണ്. എൻ്റെ സുഹൃത്തെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെക്കാളും പ്രായമൊക്കെ ഉള്ള ആളാണ്. വാസവൻ ചേട്ടൻ, അങ്ങനെ പല മിനിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് ഞാനും കോട്ടയത്ത് ഒത്തിരി നാൾ രാഷ്ട്രീയമൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി നമുക്ക് സൗഹൃദങ്ങളുണ്ട്. ഞാൻ ഇപ്പം ഒരു കമ്മിറ്റിയിൽ മെമ്പറാണ്. ഞാൻ ആ കമ്മിറ്റിയിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതിന് ഇത്ര ദിവസം കഴിഞ്ഞ ഇതിൻ്റെ റിവ്യൂ 3 ദിവസത്തിലും കഴിയാതെ റിവ്യൂ ഇടല്ല, പിന്നെ ഇങ്ങനെ സിനിമയെ എങ്ങനത്തെ രീതിയിൽ രക്ഷിക്കാന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഇവരോടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഇനി 18-ാം തീയതി വലിയൊരു കമ്മിറ്റി ഉണ്ട്. എല്ലാ ഗവൺമെൻറ് സെക്രട്ടറിമാരും കൂടെ പങ്കെടുക്കുന്ന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ നമ്മൾ ഇതൊക്കെ തന്നെ ശക്തമായിട്ട് പറയാൻ പോവാണ്. സിനിമ ഇൻഡസ്ട്രി സമരം ഉണ്ടായാൽ എന്താണ് ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. കാര്യം അതൊരു പ്രൊഡ്യൂസറെയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ബാധിക്കുന്നതല്ല. താഴെ അങ്ങനെയുള്ള ഈ ലൈറ്റ് ബോയ് വരെയുള്ള അല്ലെങ്കിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ വരെയുള്ളവരെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം അന്നും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെയൊക്കെ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ടാക്സിലും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റാണ്. ഇൻഡസ്ട്രി ഒന്നും നമ്മൾ ഈ തമിഴ്നാടോ കർണാടകയോ പോലും ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റ് ആയതുകൊണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒത്തിരി പൈസ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ട്. നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ അവർ അത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും ആ കമ്മിറ്റിയിൽ 18-ാം തീയതി ചീഫ് സെക്രട്ടറി അടക്കമുള്ള വരുന്നവരുടെ ഇടയിൽ ഒരു നല്ല റിസൾട്ട് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാൻ മാത്രം നമുക്ക് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സിനിമാ സമരം അതോടെ ചിലപ്പോൾ അവസാനിക്കാൻ അവർക്ക് ജൂൺ എന്നല്ലേ സമരം. ഇന്നലെ ഇനിയും കിടക്കുവാണ് 68 ദിവസം. ഈ ദിവസങ്ങളിൽ ഇവർക്കാർക്കും പരിചയമില്ലാത്തവരല്ല ഈ ഇരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയോ ഗവൺമെന്റ് സെക്രട്ടറിമാരോ ഒന്നും ഇവർക്കാർക്കും പരിചയമില്ലാത്തവരല്ല. എന്നെക്കാളും കൂടുതൽ ബന്ധമുള്ളവർ അതിനകത്തുണ്ട് ഇവരുമായിട്ടൊക്കെ. അവർക്ക് അവരോട് സംസാരിച്ച് ഇതിനിടയ്ക്ക് വിഷയങ്ങൾ തീർക്കാൻ, അങ്ങനെ തീർക്കുന്നതാണ് എപ്പോഴും എല്ലാവർക്കും നല്ലത്. അപ്പോൾ നല്ല വാർത്ത മാത്രം നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.